കൊല്ലത്ത് 19 വയസ്സുകാരൻ അരുൺ കുത്തേറ്റു മരിച്ച സംഭവം ദുരഭിമാന കൊലയാണെന്ന ആരോപണം നിഷേധിച്ച് പോലീസ്. മരണകാരണം ശ്വാസകോശത്തിലെ ആഴത്തിലുള്ള മുറിവാണ്. മദ്യലഹരിയിലാണ് പ്രസാദ് അരുണിനെ വിളിച്ചു വരുത്തിയതും ആക്രമിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. രാജ്കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന്. രാജ്കുമാർ, ഇതൊരു ദുരഭിമാന കൊലയാണോ എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നത്. പക്ഷേ അത് പോലീസ് നിഷേധിക്കുകയാണ്. ഇത് അത്തരത്തിലൊരു കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമല്ല, മദ്യലഹരിയിൽ പെട്ടെന്ന് സംഭവിച്ചതാണ് എന്നാണോ പോലീസ് പറയുന്നത്? അല്ല, പോലീസിനകത്ത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, കരുതി കൂട്ടി തന്നെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്നാണ് പോലീസിന്റെ വെർഷൻ. ഇതിൽ കയ്യിൽ നേരത്തെ കരുതിയിരുന്ന പ്ലാൻ അനുസരിച്ച് തന്നെ ആ കത്തി കയ്യിലുണ്ടായിരുന്നു. ആ കത്തി ഉപയോഗിച്ചാണ് കുത്തിക്കൊന്നത്. അപ്പോൾ കരുതിക്കൂട്ടിയുള്ള കൊലപാതകം തന്നെയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ ഇതിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും അങ്ങനെ തന്നെയാണ്, വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ ലങ്സിന്റെ ഭാഗത്തുള്ള ആഴത്തിലുള്ള മുറിവേറ്റു. ആ മുറിവിൽ രക്തം പാർന്നാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ച കാര്യങ്ങളും പോലീസ് പറഞ്ഞു. ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു ചോദ്യം നമ്മൾ ചോദിച്ചത്, ഇത് ഇപ്പോ മനു ചോദിച്ച പോലെ ദുരഭിമാന കൊലയാണെന്ന് ബന്ധുക്കൾ പറയുന്നു, പോലീസിന്റെ നിലപാടെന്താ? അപ്പൊ പോലീസ് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു മൊഴി ഇതുവരെ കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു മൊഴി കിട്ടുമ്പോഴേ പരിശോധിക്കാൻ കഴിയൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദുരഭിമാന കൊലയായി അതിനെ കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് പറഞ്ഞത്. പക്ഷെ ബന്ധുക്കൾ, ഈ കൊല്ലപ്പെട്ട അരുണിന്റെ അടുത്ത ബന്ധു, അരുണിന്റെ അമ്മയുടെ സഹോദരി പറഞ്ഞത്, ഒരു വാളത്തുങ്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ കൊലപാതകിയായിട്ടുള്ള പ്രതി അയാൾ പറഞ്ഞു. അതൊരു സ്വാഭാവികമായ സംശയമാണല്ലോ രാജ്കുമാർ. കാരണം ഈ പ്രണയത്തിന്റെ പേരിലാണല്ലോ, മകളുടെ പ്രണയം ഇഷ്ടമില്ലാത്തതിന്റെ പേരിലാണല്ലോ ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരാവുന്ന ഒരു സംശയം തന്നെയല്ലേ ഇതൊരു ദുരഭിമാനത്തിന്റെ പേരിലുണ്ടായ കൊലപാതകമാണോ എന്നത്? അതെ, ഈ പ്രതിയോട് തന്നെ ഈ ഗ്രൗണ്ടിൽ വെച്ച് കുഞ്ഞമ്മ ചോദിച്ചു, എന്തുകൊണ്ടാണ് ചേട്ടൻ ഇതിനെ നിഷേധിക്കുന്നത്, എന്തുകൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളും ഞാനും രണ്ട് മതസ്ഥരാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് യോജിക്കാൻ കഴിയില്ല, ഇങ്ങനൊരു വിവാഹം നടക്കാനേ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതിയുടെ നിലപാട്. ആ നിലപാട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഇത് കൊലപാതകത്തിൽ കലാശിച്ച സാഹചര്യത്തിലാണ് ബന്ധുക്കൾ അത് കൃത്യമായി പറയുന്നത്. ഇനി അവരത് മുഖ്യമന്ത്രിക്കും DGPക്കും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കും ഇത് രേഖാമൂലം പരാതി കൊടുക്കാൻ തന്നെയാണ് ബന്ധുക്കളുടെ തീരുമാനം. ശരി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകി.